ഡോക്ടർ ലിയോ ഹിയർ. ഇന്ന് ജൂൺ 23, 2025. ഞാൻ സംസാരിക്കുന്നത് ഒരു രാജ്യത്തിന്റെയും പൗരനായിട്ടല്ല, മറിച്ച് ദൈനംദിനം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ തന്നെ പൗരനായിട്ടാണ്. ചരിത്രത്തിൽ വെച്ച് തികച്ചും ദയനീയമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗസയിലെ തെരുവുകൾ മുതൽ ലവീവിലെ ഹൃദയ നഗരികൾ വരെ, ഇറാനിലെ പർവ്വത നിരകൾ മുതൽ അമേരിക്കയിലെ നിഗൂഢ കേന്ദ്രങ്ങൾ വരെ, വേദന, ഭയം, വിഭജനം ഇതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗതയിലാണ് നമ്മുടെ ലോകത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരുപാട് കുടുംബങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ, നാളെയുടെ മുതൽക്കൂട്ടാവേണ്ട തലമുറകളെ ഇവരൊക്കെയാണ് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് തന്നെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ, അനന്തമായ ഈ വാർത്താശകലങ്ങളിലൂടെ നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ, നാശവും നഷ്ടവും നിരാശയും ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് പറ്റുമെന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ടേ പറ്റൂ. ബിക്കോസ് പ്രൗഢിയുടെ ടോപ്പിൽ നിൽക്കുന്ന പല നേതാക്കളും ഒപ്പിടുന്ന കേവലം ഒരു തുണ്ട് പേപ്പർ അല്ല ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. അത് ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ സംവാദങ്ങളിൽ നിന്നാണ്, നമ്മുടെ അനുകമ്പയിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ജനതയെ മനുഷ്യരഹിതമായ കൂട്ടക്കൊലയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന ആ വിസമ്മതത്തിൽ നിന്നാണ് സമാധാനം പുനർജനിക്കുന്നത്. ഇന്നലകളിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ വിദ്വേഷവരി കൊണ്ട് നാളെ നിർവചിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ടേ പറ്റൂ. ഒരാളുടെ പക്ഷം പിടിക്കാനും സംസാരിക്കാനും എളുപ്പമാണ്, കുറ്റപ്പെടുത്താനും ജഡ്ജ് ചെയ്യാനും അതിലേറെ എളുപ്പമാണ്. എന്നാൽ റിയൽ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് തിരിച്ചു തരാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും അവരോട് സഹാനുഭൂതി കാണിക്കാനുള്ള മനസ്സ്, അവരെക്കുറിച്ചുള്ള വെറുപ്പുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോഴും ആ ജനതയ്ക്ക് ലോകത്തോട് എന്താണ് പറയാനുള്ളത് എന്ന് കാതോർക്കാനുള്ള കഴിവ്. That's called strength. അതാണ് ശക്തി. ലോകത്തിന് ഇനിയൊരു യുദ്ധം ആവശ്യമില്ല, കുറ്റപ്പെടുത്തലുകൾ മാത്രം നിറഞ്ഞൊരു പ്രസംഗവും ആവശ്യമില്ല. ലോകത്തിന് വേണ്ടത് സമാധാനമാണ്. അതിന് നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ ജനങ്ങൾക്ക്, വിശ്വാസങ്ങൾക്കും അതിർത്തികൾക്കും അതീതമായ ജനങ്ങൾ എന്ന ശക്തിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്: സുരക്ഷ, അന്തസ്സ്, സ്നേഹം, സമാധാനം. ചരിത്രത്തിലെ എത്രയോ വലിയ മുന്നേറ്റങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കേവലം ഭരണാധികാരികളിൽ നിന്നല്ല, നിങ്ങളെയോ എന്നെയോ പോലെയുള്ള സാധാരണ ജനങ്ങളിൽ നിന്നാണ്. What I said, സാധാരണ ജനങ്ങളിൽ നിന്ന്. വിദ്വേഷം ജയിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പവർഫുൾ മോട്ടോയിൽ നിന്ന്. പലസ്തീനിലും ഇസ്രായേലിലും ഇറാനിലും അമേരിക്കയിലും എന്തിനേലും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, I can feel your pain, I can feel your strength. എനിക്ക് നിങ്ങളുടെ വേദന അറിയുന്നുണ്ട്, അതേസമയം നിങ്ങളുടെ ശക്തിയും അറിയുന്നുണ്ട്. പ്രതീക്ഷകൾക്ക് നിറം നൽകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനം നമ്മുടെ ആവശ്യമാണ്, അതിലേറെ നമ്മുടെ അവകാശമാണ്. നിരപരാധികൾ ഒരിക്കലും ക്രൂശിക്കപ്പെടരുത്, സംരക്ഷിക്കപ്പെടണം. ഓരോ കുഞ്ഞിന്റെയും കരച്ചിൽ കേൾക്കുമ്പോൾ, ആകാശത്തിന്റെ താഴെ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള വീടും കുടുംബവും ഇല്ലാതാകുമ്പോൾ, നിരപരാധിയായ എത്രയോ പേരുടെ നരമേധങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുമ്പോൾ, ഇവിടെ മരിക്കുന്നത് മനുഷ്യനല്ല, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം വീണ്ടെടുക്കാനുള്ള ശബ്ദമാണിത്. നമ്മുടെ മിഷൻ വളരെ ക്ലിയർ ആണ്: ലോകത്തെ സമാധാനം തിരികെ കൊണ്ടുവരിക. അത് ആരംഭിക്കുന്നത് നിന്നിൽ നിന്നാണ്, എന്നിൽ നിന്നാണ്, നമ്മളിൽ നിന്നാണ്. Thank you for listening me. That's Dr. Leo Zora. Let's make this world a better place. Stay connected. Stay motivated.